തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് UDF ക്യാമ്പിനെ ആശങ്കയിലാക്കി കൊച്ചി കോൺഗ്രസിൽ പൊട്ടിത്തെറി. അവസാന മണിക്കൂറിൽ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ മുൻ ഡെപ്യൂട്ടി മേയർ ബി ഭദ്രയ്ക്ക് വ്യക്തിത്വമില്ലെന്ന വിമർശനവുമായി ടോണി ചമ്മണി രംഗത്ത് വന്നു. ഭദ്ര നന്ദികേട് കാട്ടിയെന്നായിരുന്നു ലാലി വിൻസെന്റിന്റെ പ്രതികരണം. ഭദ്രയ്ക്ക് മറ്റെന്തോ അജണ്ടയുണ്ടെന്ന് GCDA ചെയർമാൻ N വേണുഗോപാൽ പറഞ്ഞു. പാർട്ടിയിലൂടെ മുഴുവൻ സൗഭാഗ്യങ്ങളും അനുഭവിച്ച ശേഷം വ്യക്തിത്വമില്ലാത്ത നടപടിയാണ് ഭദ്ര ചെയ്തതെന്ന് മുൻ മേയർ ടോണി ചമ്മണി പറഞ്ഞു. നമ്മുടെ ഒരു ഇന്റഗ്രിറ്റി അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്, നമ്മൾ തന്നെ പ്രൂവ് ചെയ്യേണ്ടതാണ്. ഇൻറ്റഗ്രിറ്റി പാർട്ടി കൂറല്ല. ഇപ്പോൾ ഒന്നും ആകാൻ പറ്റാത്തവർ ഇപ്പോഴും ഈ പാർട്ടി പ്രവർത്തിക്കുന്നില്ലേ? ജീവിതത്തിലൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റാഞ്ഞിട്ടും ഈ പാർട്ടിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നവരില്ലേ? അപ്പോഴാണ് ഒരു പ്രവർത്തന പാരമ്പര്യവും ഇല്ലാതെ സൗഭാഗ്യം ലഭിക്കുന്നവർ നൈമിഷികമായി ഇത്തരം അഭിപ്രായം വരുമ്പോൾ തന്നെ താനാക്കിയ ഒരു പ്രസ്ഥാനത്തോട് അങ്ങനെ ചെയ്യാവോ എന്നൊരു ആത്മപരിശോധന അവരെല്ലാം നടത്തണം. ടോണി ചമ്മണിക്ക് അതേ നാണയത്തിലാണ് ഭദ്ര തിരിച്ചടിച്ചത്. ഇന്റഗ്രിറ്റി ആർക്കാ ഇല്ലാത്തതെന്ന് ജനത്തിനറിയാൻ നന്നായിട്ട്, ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്നെ പാർട്ടിയോടുള്ള കൂറ എന്ന് പറഞ്ഞത് ടോണി ചമ്മണി എന്നെ പഠിപ്പിക്കില്ല. പരാജയം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം സത്യസന്ധതയും കറപ്ഷൻ ഇല്ലായ്മയാണോ ഇനി എൻ്റെ പരാജയം എന്ന് എനിക്കറിയില്ല കേട്ടോ. റിലയൻസിന്റെ കേബിൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഒപ്പിട്ട കരാർ ധനകാര്യ കമ്മിറ്റി പുനഃപരിശോധിച്ചതായും ഭദ്ര വെളിപ്പെടുത്തി. മറ്റു നഗരസഭകളെ അപേക്ഷിച്ച് കുറഞ്ഞ തുകയ്ക്കാണ് കരാർ ഒപ്പിട്ടിരുന്നത്. മറ്റുള്ള സിറ്റികൾ, തൃശ്ശൂർ, അങ്ങനെയുണ്ടല്ലോ, അവിടെ ഇതേ കാര്യങ്ങൾക്ക് എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള അവരോട് സംസാരിച്ച്, അവിടുത്തെ ഡെപ്യൂട്ടി മേയർമാരോടും മേയറോടും സംസാരിച്ച് അവരുടെ കോപ്പീസ് ഉണ്ടല്ലോ, അവരെന്തൊക്കെയാണ് അവർ മേടിച്ചിരിക്കുന്നത്, എമൗണ്ട്, അങ്ങനെ മീറ്റർ എത്രയാണ്, അങ്ങനെ അതും വെച്ച് അത് ഫിനാൻസ് കമ്മിറ്റി ശരിക്കും ഒരു സ്റ്റഡി നടത്തി. അതേസമയം വെളിപ്പെടുത്തലുകളെ തുടർന്ന് ഭദ്രയ്ക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. അർഹത നോക്കാതെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകിയ പാർട്ടിയോട് ഭദ്ര നന്ദികേട് കാട്ടുകയാണെന്ന് KPCC സെക്രട്ടറി N വേണുഗോപാൽ പറഞ്ഞു. അർഹതപ്പെട്ടതാണോ ഇല്ലയോ എന്നുള്ള കാര്യം രണ്ടാമത് വനിതയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഡെപ്യൂട്ടി മേയർ ആ സ്ഥാനത്തിരുന്ന് അതൊരു അലങ്കാരമായി കൊണ്ടു നടന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇപ്പോഴൊരു വർത്തമാനം പറയുമ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാവും എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഭദ്രയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടെന്നായിരുന്നു KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റിന്റെ പ്രതികരണം. പാർട്ടിയെ ചതിച്ചുകൊണ്ട്, താനിരുന്ന സ്ഥാപനത്തെ ചതിച്ചുകൊണ്ട്, താനിരുന്ന കസേരയെ ചതിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നൽകുമ്പോൾ അവരുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നു. ഭദ്രയുടേത് നന്ദികേടെന്നായിരുന്നു DCC പ്രസിഡന്റ് VJ പൗലോസിന്റെ പ്രതികരണം. ഇത്രയും വലിയൊരു അവസരം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കൊടുത്തിട്ട് പാർട്ടിയെ നിന്ദിക്കുന്ന ഒരു നിലപാടെടുക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അവർ ആ വഹിച്ചിട്ടുള്ള സ്ഥാനത്തോട് കാണിക്കുന്ന ഒരു നീതിയല്ല. ഭദ്ര പറയുന്ന തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൗൺസിലിൽ ഉണ്ടായിരുന്നില്ലെന്ന് മുൻ കൗൺസിലറും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിയുമായ സൗമിനി ജെയിനും പറഞ്ഞു. കോർപ്പറേഷനകത്ത് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ നിന്നിട്ടാണ് വർക്കുകളാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ഒറ്റക്കെട്ടായി നിന്ന് ഐക്യകണ്ഠേന തന്നെയാണ് പാസ്സാക്കാറുള്ളത്. കൗൺസിലിൽ വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് വിയോജിപ്പുള്ളവർ അവിടെ രേഖപ്പെടുത്താറുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും എൻ്റെ അറിവിലില്ല. റിബൽ ശല്യമടക്കമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന കോർപ്പറേഷനിൽ അപ്രതീക്ഷിത പ്രതിസന്ധിയാണ് മുൻ ഡെപ്യൂട്ടി മേയറുടെ ആരോപണങ്ങൾ UDF സൃഷ്ടിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.